കാക്കിക്കുള്ളിൽ കൃഷിയുമാകാമെന്ന് തെളിയിച്ച് 100 മേനി വിളവുകൾ കൊയ്യുകയാണ് ആലപ്പുഴയിലെ സഹോദരങ്ങളായ 2 പോലീസ് ഉദ്യോഗസ്ഥർ. ചേർത്തല തെക്ക് പഞ്ചായത്തിലെ വിനീഷും വിനോദ് കുമാറുമാണ് ജോലി തിരക്കുകൾക്കിടയിലും കൃഷിയെ സ്നേഹിക്കുന്ന കാക്കിയണിഞ്ഞ കർഷക സഹോദരങ്ങൾ. കാക്കിയൂരിയാൽ പിന്നെ കൃഷിയിടത്തിലെ തനി കർഷകരാണ് ഇരുവരും. വളവും വെള്ളവും പരിചരണവുമെല്ലാം പരിചയസമ്പന്നരായ കർഷകർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരേക്കർ പാടത്ത് വഴുതന, കപ്പ, വെള്ളരി, തണ്ണിമത്തൻ, വെണ്ട, കണിവെള്ളരി, കണിമത്തൻ, ചീര, പച്ചമുളക്, പൊട്ടുവെള്ളരി തുടങ്ങി അനവധി പച്ചക്കറികളാണ് ഇരുവരും ചേർന്ന് കൃഷി ചെയ്തത്. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷിരീതി. ആധുനിക ഇറ്റാലിയൻ കൃഷിരീതിയും ഭാഗികമായി കൃഷിയിടത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പോൾ അതികഠിനമായ ചൂടായതുകൊണ്ട് നമ്മൾ 3 നേരം ജലസേചനം നടത്തേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ നമ്മൾ 3 നേരം ജലസേചനം നടത്തുന്നുണ്ട്. ചൂട് വളരെ കൂടുതലാണ്, അതുകൊണ്ടുള്ള കീടബാധയും മറ്റു കാര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ജൈവ കീടനാശിനികളായിട്ടുള്ള സ്യൂഡോമോണസ്, വെർട്ടിസീലിയം അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കുന്ന വിനീഷും മാരാരിക്കുളം സ്റ്റേഷനിലെ വിനോദ് കുമാറും പുലർച്ചെ മുതൽ കൃഷിയിടത്തിലെ ജോലികളെല്ലാം നിർവഹിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക. പുലർച്ചെ തന്നെ വിളവെടുപ്പ് നടത്തും. ഇരുവരുടെയും കുടുംബങ്ങളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ചൂട് കൂടിയ കാലാവസ്ഥയായതിനാൽ പൊട്ടുവെള്ളരിക്കും തണ്ണിമത്തനുമാണ് ആവശ്യക്കാരേറെ. പോലീസ് സ്റ്റേഷനിലെ വീർപ്പ് മുട്ടിക്കുന്ന ജോലികളിൽ നിന്നും വീട്ടിലെത്തി കൃഷിയിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ആത്മസംതൃപ്തി കിട്ടുന്നതെന്ന് ഇരുവരും പറയുന്നു. കൃഷി പണ്ടുപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ കൃഷി രംഗത്തായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളുപ്പിനെ കൃഷി പരിപാടികളൊക്കെ നടത്തി കൃത്യസമയത്ത് ഡ്യൂട്ടിയും ഒക്കെ പോകുന്നു. മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ വളപ്പിലും കുറ്റുവേലി ക്ഷേത്രത്തിലും അലങ്കാര പുഷ്പങ്ങൾ വളർത്തിയതിലും ഇരുവരുടെയും കൈയടയാളം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ അഭിനന്ദനവും നേടി. വലിയ രീതിയിൽ കിട്ടുന്ന വിളവുകൾ കഞ്ഞിക്കുഴിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പച്ചക്കറി സ്റ്റാളുകൾ വഴിയും വിറ്റഴിക്കുകയാണ് പതിവ്. കുറച്ചുകൂടി വിപുലമായ കൃഷികൾ ചെയ്യണമെന്നതാണ് കാക്കിക്കുള്ളിലെ കർഷക സഹോദരങ്ങളുടെ ആഗ്രഹം. അമൃത ന്യൂസ്, ആലപ്പുഴ.